ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും ഞാൻ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ തന്നെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് മുട്ടത്തോടായിട്ടാണ്. അപ്പോൾ മുട്ടത്തോടൊക്കെ നന്നായിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു വൈറ്റ് ഒരു കവറിങ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ മുട്ടത്തോടിൻ്റെ അതിൻ്റെ ആ ഒരു എഡ്ജ് ഉണ്ടാവില്ല, കട്ടായിട്ടുള്ള, അപ്പോൾ അവിടെ ഒന്നും കൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഷെൽസും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് നമ്മൾ കളർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പേൾ ഗ്രീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പീക്കോ ഗ്രീനില്ലേ, ആ ഒരു ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ മുട്ടത്തോടിൻ്റെ അകത്ത് മാത്രം ഞാൻ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നത്, പുറമെ പെയിൻറ്റ് അടിക്കുന്നില്ല. അപ്പോൾ അകത്ത് നമ്മളൊരു സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് പെയിൻറ്റ് ആവുമൊന്നുമില്ല ഈ മുട്ടത്തോടിലൊന്ന് പെയിൻറ്റ് അടിക്കാനും. ഈ ഒരു പേൾ കളറിന് ബോട്ടിലിന് ഒരു 25 റുപ്പീസാണ് കേട്ടോ റേറ്റ്. നല്ലൊരു ഗ്ലേസിംഗ് ആണ്, നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 4 ഈ ഒരു കളർ വെച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ പേൾ പർപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. ഒരു ലൈറ്റ് വയലറ്റ് കളറാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാനൊരു 1-2 ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ സിൽവർ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ബ്രഷ് വാഷ് ചെയ്യുന്നതിൻ്റെ മുമ്പ് സിൽവർ ഇട്ട് ചെയ്ത് നോക്കിയിട്ട് ഒരു കളറൊന്നും കിട്ടിയതും ഇല്ല, ഒരു ബ്ലൂ കളർ ഇങ്ങനെ വന്നു. പിന്നെ ഞാനത് വാഷ് ചെയ്തിട്ട് സിൽവർ കളർ അടിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒരു ഭംഗിയൊന്നും തോന്നുന്നില്ല. ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ടെന്നല്ലാതെ ഒരു സിൽവർ ഒരു കളറൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അത് ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, കാരണം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഒരു കളറൊന്നും വരുന്നില്ല. ഇനി ഞാൻ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ആക്രിലിക്കിൻ്റെ ആ ഒരു നോർമൽ ടൈപ്പാണ്, പേൾ കളറല്ല. കുറച്ച് ലൈറ്റ് ബ്ലൂ അതുപോലെ ഡാർക്ക് ബ്ലൂ ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഷെൽസൊക്കെ ഒന്ന് പെയിൻറ്റ് അടിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ചധികം പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ബോട്ടിൽ ഇങ്ങനെ കുറേ പെയിൻറ്റ് താഴെ ഇങ്ങനെ കുറച്ച് മാത്രമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഒരു ഡ്രോപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് നല്ലൊരു ഫിനിഷിംഗ് ഒന്നുമില്ല, കാരണം ഒരു ലാസ്റ്റ് ഉള്ള പെയിൻറ്റൊക്കെ ആണല്ലോ. അപ്പം ഞാൻ അതിൻ്റെ മേലെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിനും ഈ ഒരു പേൾ ഗ്രീനും അതുപോലെ പേൾ പർപ്പിളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എല്ലാ ഒരു കളേഴ്സിനും നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 2 കളേഴ്സാണ്, ബ്ലൂ ഗ്രീനും. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, അതിൻ്റെ ഒരു പേൾ കളർ, അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ട് കിട്ടും. നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്ലൂ അതുപോലെ ഒരു ഗ്രീനിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആ ഒരു മെറ്റാലിക് ഷെയ്ഡ്സൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടൈപ്പ് ഒരു കളേഴ്സായിട്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു ഗ്രീനും ബ്ലൂ, ഞാൻ ഒന്നിൽ ഗ്രീൻ മാത്രം ഒന്നിൽ ബ്ലൂ മാത്രം അങ്ങനെയല്ല. ബ്ലൂ പെയിൻറ്റ് അടിച്ചിട്ടുള്ള ഷെൽസിൽ ഞാൻ കുറച്ച് സൈഡിലൊക്കെ ഗ്രീന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഗ്രീന് പെയിൻറ്റ് അടിച്ചിട്ടുള്ളതിൽ കുറച്ച് ബ്ലൂ അതുപോലെ ലൈറ്റ് ഷെയ്ഡ്സൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പം എല്ലാം കൂടെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം നമ്മൾ ആകെ കുറച്ച് ഷെൽസ് മാത്രമേ മെറ്റാലിക് യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. പക്ഷേ നമ്മൾ കൂടുതലും ജസ്റ്റ് ആക്രിലിക് കളർ ആണെങ്കിലും പിന്നെ മേലെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പം എല്ലാം നല്ലൊരു കളേഴ്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ നേരത്തെ സിൽവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇതിലേക്കൊരു മാച്ച് ആവുന്നില്ല, ഒരു വൈറ്റ് നമ്മൾ പെയിൻറ്റ് അടിക്കാത്ത ഷെല്ല് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിലും കുറച്ച് ഒരു പേർപ്പിൾ കളർ കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ മുട്ടത്തോടൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കോമ്പിനേഷനും ആ ഒരു ഗ്ലൈസിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ. പിന്നെ ഞാൻ എടുക്കുന്ന കുറച്ച് ഗ്ലിറ്റർ പൗഡറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ, സിൽവർ അതുപോലെ റെഡ്, പിങ്ക്, ഈ 4 ഷെയ്ഡ്സ് ഗ്ലിറ്റർ പൗഡർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും കൂടെ മിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒരു ബോക്സിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഫെവിക്കോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ മുട്ടത്തോട് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഫെവിക്കോൾ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്ലിറ്റർ പൗഡറിലൊന്ന് കുറച്ച് സമയം ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ, അപ്പോൾ നമ്മൾ ആ ഫെവിക്കോൾ ആക്കിയിട്ടുള്ള ഒരു ഭാഗത്തൊക്കെ ഗ്ലിറ്റർ പൗഡർ വരുമല്ലോ, അപ്പം നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഷെൽസും ഇങ്ങനെ ഇതുപോലെ ഫെവിക്കോൾ ഇങ്ങനെ ആ ഒരു എഡ്ജിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഗ്ലിറ്റർ പൗഡറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ
നമ്മളിതുപോലെ ഒരു പരന്നൊരു പാത്രത്തിലൊക്കെ ഇങ്ങനെ ഈ ഫെവിക്കോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ അതിൽ ആ ഒരു ഷെൽസ് ഇങ്ങനെ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജിലൊക്കെ ഫെവിക്കോൾ ആവുമല്ലോ. എന്നിട്ട് നമ്മൾ ഗ്ലിറ്റർ പൗഡറിലാക്കിയാലും മതി. പക്ഷേ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫെവിക്കോൾ ഒരു പ്ലേറ്റിലൊക്കെ വേണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് കിട്ടുക. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു എഡ്ജൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ഇറഗുലർ ആക്കിയതാണല്ലോ. അപ്പോൾ ആ ഭാഗത്തൊന്നും നമുക്ക് ഫെവിക്കോൾ അത്രയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അപ്പോൾ ഞാൻ ഫെവിക്കോളൊന്ന് പിശുക്കിയിട്ടായിരുന്നു അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് അത്ര ഒരു നീറ്റായിട്ടും ഒരു വൃത്തിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ബാക്കിയെല്ലാം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ആ ഒരു എഡ്ജിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഗ്ലിറ്റർ പൗഡറിൽ ഡിപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ഷെൽസും ഒന്ന് ഗ്ലിറ്റർ പൗഡറൊക്കെ ആക്കി നന്നായിട്ടൊന്ന് ഡ്രൈ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു കുഞ്ഞൊരു ബോക്സാണ്. അപ്പോൾ ഇത് ഒരു കീബോർഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതുപോലെ കിട്ടുമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീലിംഗ് ഫാനിൻ്റെ ഒരു ലീഫിൻ്റെ ഒരു ബോക്സ് ഇല്ലേ, അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഞാൻ അതായിരുന്നു ഇതുവരെ നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ ആയിട്ട് ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചുകൂടെ നീളത്തിലുള്ളൊരു ബോക്സ് കിട്ടുമല്ലോ. ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഒരു ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു കാർഡ്ബോർഡിൻ്റെ പീസായാലും മതി, കുറച്ചൊരു നീളത്തിലുള്ളൊരു പീസ് നോക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 സ്ഥലത്തൊക്കെ അതിങ്ങനെ കീറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് സെല്ലോ ടാപ്പ് ഒട്ടിച്ചിട്ടൊന്നും ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാലും ചില ഭാഗത്തൊക്കെ ഇങ്ങനെ അത് അമർന്നൊക്കെ പോയിട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ശരിയാവുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ വേറൊന്നും ഒരു ബോക്സ് ഒന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ്, അതുപോലെ നല്ലൊരു പീസ് കാർഡ്ബോർഡ് ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെ ഇതന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്നും അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫെവിക്കോളും വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ 2:1 റേഷ്യോയിലാക്കിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൈദയാണ് കേട്ടോ. മൈദ കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് നേരത്തെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു മെഡിസിൻ്റെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാനിതുപോലെ മൈദ ഇങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൂപ്പലൊക്കെ വരുമോ നോക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അതിനൊരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പൂപ്പലും പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ഞാൻ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെ പൂപ്പലൊന്നും വന്നിട്ടൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു ബോക്സിൽ മുഴുവനായിട്ടും ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് വേണ്ടേ. അപ്പോൾ പിന്നെ മൈദയാകുമ്പം അത്ര നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന സാധനമാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പണ്ടൊക്കെ ചെറിയ കുട്ടിയൊക്കെ സമയത്തൊക്കെ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാനും പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാനൊക്കെ നമ്മൾ പൊതുവേ ഈ മൈദ ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഒട്ടിക്കാറ്. അപ്പോൾ അന്ന് ഉപ്പൊന്നും നമ്മൾ ചേർക്കാറൊന്നുമില്ല. ഞാനൊരു 2 ലെയർ തന്നെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു. കാരണം ഒരു ലെയർ ഒട്ടിച്ചിട്ടും ആ ഒരു ബോക്സിൻ്റെ ഒരു ഗ്രീൻ കളറൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ 2 ലെയർ ഒട്ടിച്ചപ്പോൾ വലിയൊരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രൈ ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നീറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അത്ര കുറച്ചൊരു ചുളിവുകളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊരു ഭംഗി ഉണ്ടാവുക കാണാനും. അപ്പോൾ പിന്നെ ഡ്രൈ എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലൊരു വൈറ്റ് പെയിൻറ്റാണ് അടിക്കാൻ പോകുന്നത്. ഇത് ഞാനൊരു പെയിൻറ്റ് പുതിയത് വാങ്ങിച്ചാണ് കേട്ടോ. ഇനാമൽ പെയിൻറ്റാണ്. അതിന് ഒരു 83 റുപ്പീസാണ് റേറ്റ്. 100 ml ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇനാമൽ പെയിൻറ്റ് ബോട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ഒരുപാട് ആ ഒരു വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നേ ഉള്ളൂ. കാരണം ആ ഒരു വൈറ്റ് കളർ ടിഷ്യൂ പേപ്പറും ആണെന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇത്രയും ഈ ഒരു ബോക്സ് മുഴുവനായിട്ട് നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ടിന്നിൻ്റെ ഒരു കാൽ ഭാഗം എന്തെങ്കിലും വേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെ പെയിൻ്റ് അടിക്കുന്നൊന്നുമില്ല. കുറച്ചിങ്ങനെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൂട്ടി ഒരു പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ചുളിവൊക്കെയുള്ള നല്ലൊരു ടെക്സ്ചറിലുള്ള ഒരു ബോർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി വെറും ഒരു വൈറ്റ് മാത്രമാകുമ്പോൾ ഒരു ഭംഗി കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അതിന് കുറച്ച് പിങ്കും കുറച്ച് വൈറ്റും കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് പിങ്ക് ആക്കി എടുക്കുകയാണ്. ഇനിയപ്പോൾ നമ്മൾ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഈ ഒരു ബോർഡിൽ മുഴുവനായിട്ടിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അധികം പെയിൻറ്റ് എടുത്തിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ച് മാത്രം പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു ബോക്സിൽ നമ്മൾ വൈറ്റ് ഒരുപാട് അടിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ച് പെയിൻറ്റ് ഇങ്ങനെ ഒന്ന് പിശുക്കിയായിരുന്നു. അപ്പോൾ ആ ഒരു വൈറ്റ് അടിക്കാത്തതുകൊണ്ട് കുറച്ചൊരു ഭംഗി കുറവുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു പിങ്ക് ടച്ച് ചെയ്തപ്പോൾ ആ ഒരു ബോക്സിന് കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് സൈഡിലും എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി കിട്ടുക. ഇനിയപ്പോൾ നമ്മൾ ആ ഒരു ഷെൽസൊക്കെ നമ്മളിങ്ങനെ ഒരു ബോർഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ അതിനിവിടെ ഗ്ലൂ ഗണ്ണല്ല യൂസ് ചെയ്യുന്നത്, ഫെവി ബോണ്ടാണ്. ഇത് ഒരു 35 റുപ്പീസാണ് റേറ്റ് 15 ml.
നമുക്ക് കുഴപ്പമില്ല കേട്ടോ യൂസ് ചെയ്തിട്ട്. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ ഇല്ല സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചെയ്ത് ഇവിടെ എത്തിയ സമയത്ത് കറണ്ട് പോയി. അപ്പോൾ പിന്നെ നമ്മൾ ഗ്ലൂ ഗണ്ണ് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒന്ന് വളഞ്ഞിട്ട് പോകുന്ന രീതിയിലാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ഷെൽസ് ഇങ്ങനെ ഒട്ടിച്ച് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗണ്ണല്ല യൂസ് ചെയ്യുന്നത്, ഫെവി ബോണ്ടാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇവിടെ ശരിയാവില്ല, നമുക്കൊന്ന് മാറ്റണമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. പെട്ടെന്ന് ആ ഒരു ഷെൽസ് അടക്കം പൊട്ടി പൊളിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഈ ഫെവി ബോണ്ട് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ 1-2 ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ അല്ല ഇപ്പുറത്ത് വെക്കായിരുന്നു എന്നിങ്ങനെ തോന്നില്ല, നമുക്ക് ആ ഒരു കളറിൻ്റെ ആ ഒരു കോമ്പിനേഷനൊക്കെ നോക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ സമയത്ത് എനിക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്, കാരണം അത്ര പെട്ടെന്ന് സ്റ്റിക്കായി പോയിട്ടൊന്നുമില്ല. കുറച്ച് ടൈം എടുക്കും, പക്ഷേ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്റ്റിക്കായി കഴിഞ്ഞ സമയത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഗ്രീനും ബ്ലൂവും അങ്ങനെ മിക്സ്ഡപ്പായിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചും കൂടെ നല്ലൊരു വീതിയുള്ളൊരു ബോർഡോ ബോക്സൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിങ്ങനെ സൈഡിലൊക്കെ കുറച്ച് സ്പേസ് കാണുമായിരുന്നു അതിൻ്റെ ഒരു ഭംഗി. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ 1-2 ഷെൽസൊക്കെ നമ്മൾ മാറ്റി വെക്കണമായിരുന്നു. അപ്പോൾ പിന്നെ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഗ്ലിറ്റർ പൗഡറൊക്കെ ആക്കിയില്ലേ, അപ്പോൾ എനിക്കത് മാറ്റി വെക്കാൻ തോന്നുന്നുമില്ല. അപ്പം ഞാൻ ഏകദേശം എല്ലായിടത്തും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ആദ്യം മനസ്സ് കരുതിയിട്ടുള്ള ഒരു ഇങ്ങനെ വളഞ്ഞ് വരുന്ന ആ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഈ ബോക്സിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിറ്റർ പൗഡറോ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ആക്കി നോക്കി. അപ്പോൾ ഒരുപാട് നിങ്ങൾ എടുത്ത് കാണിക്കുന്നൊന്നുമില്ല, ലൈറ്റ് ഷെയ്ഡല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു മുട്ടത്തോടൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹോം ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു വലിയൊരു വീതിയുള്ളൊരു കാർബോർഡൊക്കെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാർബോർഡൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് കാണുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആ ഒരു ഇത് മനസ്സിൽ കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മേലെ. അപ്പോൾ അവിടെ ഗ്ലിറ്റർ പൗഡറും കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനും. പിന്നെ ആ ഒരു ബോർഡാണെന്നുണ്ടെങ്കിലും എൻ്റെ ഒരു പരീക്ഷണം തന്നെയായിരുന്നു, വൈറ്റിൽ ഇങ്ങനെ പിങ്കൊക്കെ വെച്ചിട്ടൊന്ന് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഒരു ഡാർക്ക് കളർ ഷെയ്ഡ്സ് ആണല്ലോ, ബ്ലൂ ഒക്കെ അല്ലേ. അപ്പോൾ അവിടെ ഡാർക്ക് ഷെയ്ഡ് പറ്റൂല എന്ന് തോന്നിയിട്ടാണ് പിന്നെ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളിങ്ങനെ പൊതുവേ ഈ വാൾ ഡെക്കറൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചിട്ട് ഗോൾഡൻ മെറ്റാലിക്കോ എല്ലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ ഞാനും നേരത്തെ വാൾ ഡെക്കറൊക്കെ ചെയ്തത് ആ ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡിൽ നമ്മൾ പൊതുവേ ചെയ്യാറില്ല, പക്ഷേ എനിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു വൈറ്റും പിങ്കും പിന്നെ നമ്മൾ ആ ഒരു കളേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് നല്ലൊരു ഭംഗിയുള്ള കളേഴ്സാണ് അല്ലേ. ആ ഒരു ഗ്രീന്, ആ ഒരു പർപ്പിൾ കളർ എല്ലാം നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മുട്ടത്തോടും അതുപോലെ കാർഡ്ബോർഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡെക്കർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേരെ ഞാനിങ്ങനെ ബോട്ടിലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ വാൾ ഡെക്കർ ചെയ്യുമോയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 7th പഠിക്കുന്ന അൻഷ, സനു മോൾ, അനീഷ, മിസ്ന, 7th പഠിക്കുന്ന ശ്രുതി, ജനീലിയ ജോബി, മെഹസിൻ, സിനാൻ, നിത, സുമീന, ഫാത്തിമ, ആനിഷ, 6th പഠിക്കുന്ന നുനു, 6th പഠിക്കുന്ന റിയ, റീഹ, 5th പഠിക്കുന്ന വൃന്ദ, അൻവർ, തൻസീല, സഹല, അഹ്സന, അദീബ, ഫർഹാന, ഫാത്തിമ, ഐസൽ, അഫ്രീൻ, ഫാത്തിമ, റഫ, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.